ഇവിടെ നീന്താൻ അറിയുന്ന ആൾക്കാരുണ്ട്, അതുകൊണ്ട് എനിക്ക് പേടിയില്ല. എന്റെ ഈശ്വര ചേച്ചി, അതിലാണ് ബലം കൊടുക്കേണ്ടത്. ഇതിലോ ഇതിലോ നമുക്ക് റീച്ച് കിട്ടിയാൽ മതി, വെള്ളത്തിൽ പോലും കുഴപ്പമില്ല. എന്തായാലും ചെയ്യരുത്. താമരയില പറിച്ചു വിറ്റ് ഉപജീവന മാർഗമാക്കിയ കുറച്ചു പേർ ഈ വെള്ളായണി കായലിലുണ്ട്. അവരെ തിരക്കി ഞങ്ങൾ വെള്ളായണി കായലിലോട്ട് പോവുകയാണ്. ഈ ബണ്ട് റോഡ് കടന്നു വേണം നമുക്ക് അവരുടെ അടുത്തെത്താൻ. അങ്ങനെ കുണ്ടും കുടിയും താണ്ടി അവിടെ എത്തി. താമരയില എവിടുന്നാണ് ഇത്രയും മാത്രം വരുന്നതെന്ന് ഈ കിട്ടുന്ന സ്പോട്ടൊക്കെ നമ്മൾ കണ്ടുപിടിച്ചു. അവരെടുത്തോണ്ടിരിക്കുന്നത് വെള്ളായണി കായലിലാണ്. അപ്പം അവരെല്ലാം എടുത്ത് കളക്ട് ചെയ്ത് കൊണ്ടുപോകാൻ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നത്. വെള്ളായണി കായലിലെ മറ്റൊരു മനോഹര കാഴ്ചയാണ് ഈ കാണുന്നത് കേട്ടോ. പലരും ഇത് കാണാനായിട്ട് അവിടെ വരുന്നുണ്ട്. എന്തിനാണ് ഇവർ ഇത്രയും താമര ഇലകൾ പറിക്കുന്നതെന്നായിരുന്നു മിക്കവരുടെയും ചോദ്യം. ഇത് അവരുടെ ഉപജീവന മാർഗമാണ്. വെളുപ്പിനെ 4 മണിക്കാണ് ഈ താമര ഇലകൾ പറിക്കാനായി അവർ ഇറങ്ങുന്നത്. ചാല മാർക്കറ്റിലെ മിക്ക പൂക്കടകളിലും കാണുന്ന താമര ഇലകൾ ഇവിടെ നിന്നാണ് വരുന്നത്. എന്ത് ഭംഗിയോടെയാണ് അവർ ഇതെല്ലാം അടുക്കി ഇങ്ങനെ വെച്ചിരിക്കുന്നത്. കാണുന്നത് പോലെയല്ല, ഇതിൻ്റെ പിന്നിലെ കഷ്ടപ്പാട് അവർ പറഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായത്. 100 ഇലകൾ ഒരു ബണ്ടിൽ കെട്ടുമ്പോഴാണ് അവർക്ക് 25 രൂപ കിട്ടുന്നത്. ഈ തുച്ഛമായ വേതനത്തിനാണ് വെളുപ്പിനെ 4 മണിക്ക് അവർ കായലിൽ ഇറങ്ങുന്നത്. ഒരു ദിവസം 100 ബണ്ടിൽ തികച്ചാൽ മാത്രമേ അവർക്കിതിൽ നിന്ന് എന്തെങ്കിലും കിട്ടുകയുള്ളൂ എന്നാണ് പറഞ്ഞത്. പെട്ടെന്നൊന്നും ആ 100 ബണ്ടിൽ തികയ്ക്കാൻ പറ്റില്ല. വെളുപ്പിന് 4 മണിക്ക് ഇറങ്ങിയാൽ അവർ വീട്ടിലേക്ക് പോകുമ്പോൾ രാത്രി 7 മണിയാകും. അത്രയും കഷ്ടപ്പാടുണ്ട് ഈ ജോലിക്ക്. അതും 3 പേര് നിന്നാണ് ഒരു ദിവസം 100 ബണ്ടിലാക്കുന്നത്. പേരെന്താ ചേച്ചിയുടെ? ശാലിനി. അപ്പം രാവിലെ ഇറങ്ങൂ ഈ പണിക്ക് വേണ്ടിയിട്ട്? 6 മണിക്ക് വരും. പക്ഷെ വേതനമൊക്കെ വളരെ കുറവായിരിക്കും അല്ലേ? ഇലയുടെ എണ്ണം അനുസരിച്ചോ 100 ഇല ഒരു ബണ്ടിൽ വരുന്നത്? അപ്പൊ ഇതെങ്ങനെയാണ് നിങ്ങൾ പോയി കളക്ട് ചെയ്ത്? 2 പേര് പോവോ വള്ളത്തില്? കാണും. ഓ, ഒരു ബണ്ടില് 100 എണ്ണം ഒരു ബണ്ടിലാക്കി കൊടുക്കണം. ഇലക്ക് 25 രൂപ. ഇവിടെ വന്നെടുക്കുവോ ആൾക്കാര്? അവിടെ അങ്ങ് കൊണ്ടുപോയി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓ, ചാല കൊണ്ടു കൊടുക്കണം. എന്നും വൈകുന്നേരമാണോ? രാവിലെ കൊണ്ടുപോകും. രാവിലെ കൊണ്ടുപോകും. അപ്പൊ താമരപ്പൂവൊക്കെ എപ്പോഴാ പറിക്കുന്നത്? താമരപ്പൂ ഇതിന്റെ കൂടെ തന്നെ പറിക്കും. ഇതിന്റെ കൂടെ തന്നെയാണ്. ഓ, കുറച്ച് കഷ്ടപ്പാടുള്ള പണിയാണല്ലേ. സ്ഥലമൊക്കെ അടുത്താണോ? അടുത്ത്. ഈ ഒരു ബണ്ടില് ഒരു 100 താമര ഇലയുണ്ട്. ഇതിന് കിട്ടുന്ന വേതനം എന്ന് പറയുന്നത് വെറും 25 രൂപയാണ്. രാവിലെ മുതലേ കഷ്ടപ്പെടുന്നവരാണ് ഇവർ. രാവിലെ 6 മണിക്ക് ഇറങ്ങിയാൽ വൈകുന്നേരം 7 മണിയായാലും വീട്ടിൽ പോകാൻ സാധിക്കില്ല. എത്ര സമയം ഇരുന്നാണ് ഇതുപോലെ ബണ്ടിലാക്കി വിൽക്കുന്നതെന്ന് അറിയാമോ? അതുമാത്രമല്ല, ഇത് കെട്ടിവെച്ചാൽ മാത്രം ഈ പണി കഴിയുന്നില്ല. ഇത് ഇവർ തന്നെയാണ് സ്വന്തമായിട്ട് വണ്ടി പിടിച്ച് കൊണ്ടു കൊടുക്കുന്നത്. ആ വണ്ടിക്ക് കൊടുക്കുന്ന ചാർജ് 900 രൂപയാണ്. അപ്പോൾ പിന്നെ ഇവർക്ക് എന്ത് കിട്ടാനാ? 100 ബണ്ടിൽ കൊടുത്തയക്കുമ്പോൾ അവർക്ക് കിട്ടുന്നത് 2500 രൂപ. അതിൽ 1000 രൂപ എന്തായാലും കൊണ്ടുപോകുന്ന വണ്ടിക്ക് കൊടുക്കണമെന്നാണ്. പിന്നെ ബാക്കി കിട്ടുന്ന തുകയാണ് ഈ 3 പേരുടെയും കൂലി വരുന്നത്. അതുമാത്രമല്ല, ഇന്നെടുക്കുന്ന താമര ഇലകൾ പിറ്റേ ദിവസമാണ് കയറ്റി അയക്കുന്നത്. പിറ്റേ ദിവസമാകുമ്പോൾ ഈ ഇലകളിൽ മിക്കതും വാടി കേടാകും. അങ്ങനെയുള്ള ഇലകൾ അവർ എടുക്കാറുമില്ല. അത് തിരിച്ച് കയറ്റി അയക്കുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ 100 ബണ്ടിൽ കാണുകയുമില്ല. കഴിഞ്ഞ 5 വർഷമായി ഇതേ വേതനം തന്നെയാണ് അവർക്ക് ലഭിക്കുന്നത്. അതിൽ ഒരു 5 രൂപയെങ്കിലും മാറ്റി കിട്ടിയിരുന്നുവെങ്കിൽ എന്നാണ് ആ ചേച്ചിമാർ പറയുന്നത്. ഞാൻ എറണാകുളത്ത് പോയപ്പോൾ എൻ്റെ സുഹൃത്തിൻ്റെ ധൈര്യത്തിലാണ് അന്ന് തോണിയിൽ കയറിയത്. ഇന്ന് ഇവിടെ ശാന്തിനി ചേച്ചിയുണ്ട്. ആ ചേച്ചിയുടെ ധൈര്യത്തിലാണ് ഞാൻ ഈ തോണിയിൽ കയറാൻ പോകുന്നത്. എൻ്റെ ഹസ്ബൻഡിന് കുറച്ച് പേടിയാണ്, അതുകൊണ്ടാണ് മാറി നിന്നത്. ഞാൻ കയറി നോക്കിയത്. ആദ്യം കയറാൻ പറഞ്ഞപ്പോൾ കയറിയില്ല. എൻ്റെ അടുത്ത് കയറാനാ പറയുന്നത്. എന്നെ എങ്ങനെയെങ്കിലും കൊല്ലാനുള്ള പ്ലാനാണെന്ന് തോന്നുന്നു ചേട്ടാ. അവരുടെ ഫോട്ടോയാണ് കനകക്കുന്നില് എന്ത് പ്രോഗ്രാം വന്നാലും അവിടെ ഫ്രണ്ടിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അവരുടെ ഫോട്ടോ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഞാൻ ഇതൊക്കെ കയറാൻ പോവുകയാണ്. പ്രാർത്ഥിച്ചോളണം. എന്റെ ഈശ്വര ചേച്ചി, അതിലാണ് ബലം കൊടുക്കേണ്ടത്. ഇതിലോ ചേച്ചി അകത്ത് വിട്ടുത്താ വെള്ളത്തിൽ വീണ വൈറലാവും. അതെ ഇരിക്കി അതിലിരിക്കോ. ഞാൻ ഇവിടെ ഇരിക്കട്ടോ. എന്തായാലും ഞാൻ ഇരുത്. ഓക്കെ, ഇല എടുത്ത് വെച്ചോ. ഞാനും ഒന്ന് ഹെൽപ്പ് ചെയ്യാം.
ഒരു ബണ്ടില് 100 ഇല. എന്തായാലും എനിക്ക് ആ 100 എണ്ണിക്കൊണ്ടിരിക്കാൻ സമയമില്ല. ഞങ്ങളൊന്ന് പോയിട്ട് വരട്ടെ. ഇവിടെ നീന്താൻ അറിയുന്ന ആൾക്കാരുണ്ട്, അതുകൊണ്ട് എനിക്ക് പേടിയില്ല. പേടിയുള്ള ആളാണ് ക്യാമറ പിടിച്ചോണ്ട് നിൽക്കുന്നത് കേട്ടാ, ഇറങ്ങൂല. പേടി നോക്കട്ടെ, ധൈര്യം ഉണ്ടോ നോക്കട്ടെ. മഞ്ചി ഇങ്ങനെ മറിക്കല്ലേ എനിക്ക്. അങ്ങനെ ഞാൻ പോവുകയാണ്. ഏതാണ് ഞാനൊന്ന് തുഴയാണ്. കണ്ടോ ഇങ്ങനെയാണ് തുഴയുന്നത്. ഈശ്വരാ, വഞ്ചി കൂടെ തുഴഞ്ഞു. അമ്മേ എടുത്തിട്ട് ഇപ്പുറത്തോട്ട് അപ്പുറത്ത് ഇങ്ങനെ വെള്ളം അടുപ്പിക്കണം. എന്റെ അമ്മ, ഇനി എന്തിനു വേണം? ഇനി ഒന്നും വേണ്ട. ഇവിടെ വന്ന സ്ഥിതിക്ക് എന്തായാലും ഒന്ന് തോണിയിൽ കയറിയിട്ട് പോയാൽ മതി എന്ന് ആ ചേച്ചിയും പറഞ്ഞു. അങ്ങനെ തോണിയിലും കയറി. പൂക്കളൊക്കെ രാവിലെ തന്നെ പറിച്ചു കഴിയും കേട്ടോ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ വരുമ്പോൾ അത് കാണുമായിരുന്നു. പൂക്കളൊന്നും ഇല്ലായിരുന്നു, വന്നപ്പോൾ ഇലകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ മറു സൈഡിൽ മീൻ പിടിക്കുന്ന കാഴ്ചകളും കണ്ടു കേട്ടോ. ഇതൊരു ശുദ്ധജല തടാകമായതിനാൽ മത്സ്യസമ്പത്തും വളരെയധികമാണ്. ഒരുപാട് മീനുകളുള്ള ഒരു കായൽ കൂടിയാണ് ഈ വെള്ളായണി കായൽ. എപ്പോഴും ഒരുപാട് മീൻ ലഭിക്കണമെന്നില്ല. ഇപ്പോൾ വന്ന വഞ്ചിയിൽ കുറച്ച് മീനുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നീ കൊടുത്ത അതും കൂടെ പോട്ടെ. നല്ല ഫ്രഷ് മീൻ. വൈകുന്നേരം ഒരു 4 മണിയോടുകൂടി ഈ വെള്ളായണി കായലിൻ്റെ സമീപത്ത് പോയാൽ ഇങ്ങനെയുള്ള ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും. ആ വരുന്ന തോണിയിൽ നിറച്ച് താമര ഇലകളാണ് അവർ പറിച്ചു കൊണ്ടുവരുന്നതാണ് കേട്ടോ. എന്തായാലും മനസ്സിന് കുളിർമ തരുന്ന കുറേ കാഴ്ചകൾ ഇന്ന് വെള്ളായണി കായലിൽ കണ്ടായിരുന്നു.